പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യേക വചനം, ആ വചനം ഇതാണ്. 2 സാമുവേൽ 12-ാം അധ്യായം 10-ാം തിരുവചനം. ഈ വചനം ദൈവത്താൽ നിയുക്തനായ നാഥാൻ പ്രവാചകൻ രാജാതിരാജനായ ദാവീദിന്റെ മുഖത്തു നോക്കി ഭയലേശ്യമെന്നേ ക്രൗര്യത്തോടെ പറയുന്നതാണ്. വചനം ഇങ്ങനെയാണ്: എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാള് ഒഴിയുകയില്ല. നമുക്കിതൊരു അല്പസമയം ഒന്ന് ആഴത്തിൽ ചിന്തിക്കണം. ചിന്തിക്കാതെ പറ്റില്ല. നിന്റെ ഭവനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിശ്വാസിക്ക് എത്ര ഭവനങ്ങളുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. സഭയുടെ പാരമ്പര്യം പറയുന്നത് ഒരു വിശ്വാസിക്ക് 3 ഭവനങ്ങളുണ്ട്. ഒന്നാമത്തെ ഭവനം സഭയാണ്. ആ സഭ ഭവനമെന്ന് മാത്രമല്ല, അമ്മ കൂടിയാണ്. ഈ സഭ എന്ന ഭവനത്തിൽ നമ്മുടെ ഇടവക പള്ളി, അതുപോലെ ആത്മീയ മേഖല, ശുശ്രൂഷ സ്ഥലങ്ങൾ, ഇതെല്ലാം ചേർത്തിട്ടാണ് ഒന്നാമത്തെ ഭവനം വരിക. 2ാമത്തെ ഭവനം സ്വന്തം വീടാണ്. 3ാമത്തെ ഭവനം നമ്മുടെ ശരീരമാണ്. അപ്പൊ ഓർത്ത് വയ്ക്കാം, ഒന്നാമത്തെ ഭവനം സഭ, 2ാമത്തെ ഭവനം വീട്, 3ാമത്തെ ഭവനം നമ്മുടെ ശരീരം. ഇനി വചനം എന്താ പറയുക? എന്നെ ധിക്കരിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയത് കൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാള് ഒഴിയുകയില്ല. ഇത് നമുക്ക് നല്ല പരിചയമുള്ള ഒരു കഥയുടെ ഭാഗമാണ്. അത് ഞാൻ അല്പം ഒന്ന് വിവരിക്കാം. 2 സാമുവേൽ അധ്യായം 11 വാക്യം 1. അടുത്ത വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് ദാവീദ് യോവാബിനെയും സേവകന്മാരെയും ഇസ്രായേൽ സൈന്യം മുഴുവനെയും അയച്ചു. എന്നാൽ ദാവീദ് ജെറുസലേമിൽ താമസിച്ചു. ആദ്യത്തെ വചനത്തിൽ തന്നെ ഒരു ദുസൂചനയുണ്ട്. യോവാബ് എന്ന് പറയുന്ന സൈന്യത്തലവനാണ്, സൈന്യത്തിന്റെ തലവൻ. എന്നിട്ട് സൈന്യം മുഴുവനെയും അയച്ചു, അല്ലെ സൈന്യത്തെ അയച്ചെന്നേ പറയാറുള്ളൂ. സൈന്യം മുഴുവനെയെന്ന് എടുത്തു പറയുന്നത് ഒരു വലിയ യുദ്ധമാണ്. ഒരു വലിയ യുദ്ധമാണ്. ഒരു വലിയ യുദ്ധത്തിന് സൈന്യത്തലവനുണ്ട്, ഒപ്പം സർവ്വ സൈന്യമുണ്ട്. അപ്പൊ ആ വാക്ക് അതിനാൽ തന്നെ തെറ്റല്ലേ? സർവ്വ സൈന്യം എന്ന് പറയുന്ന രാജാവ് ഉൾപ്പെടെയാണ് സർവ്വ സൈന്യം എന്ന് പറയുന്നത്. ഇവിടെ രാജാവ് പോയിട്ടില്ല എന്ന് വെച്ചാൽ ഗൗരവമായ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഗൗരവമായ യുദ്ധം വരുമ്പോൾ രാജാവ് പോയില്ല. രാജാവ് സൈന്യത്തെ വിട്ടു, സൈന്യാധിപനെ വിട്ടു. ഒരുപക്ഷെ മന്ത്രിമാരും പോയിട്ടുണ്ടാവാം. ഇനി രാജാവ് എന്ത് ചെയ്തു? രാജാവിടെ യുദ്ധ വിജയത്തിനു വേണ്ടി ഒരുങ്ങുകയോ പ്രാർത്ഥിക്കുകയോ പരിത്യാഗം ചെയ്യുകയോ ബലിയർപ്പിക്കുകയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് സന്തോഷിക്കാം, ചിന്തിക്കാം. പക്ഷെ അതല്ല. ഈ രാജാവ് എന്ത് ചെയ്തു? ഈ രാജാവ് ഇവിടെ കിടന്നുറങ്ങി, മൃഷ്ടാന് ഭോജനം കഴിച്ച് സുഖമായി പട്ടുമെത്തയിൽ കിടന്നുറങ്ങുകയാണ്. ഈ ഉച്ചയുറക്കം നീണ്ടുപോയാൽ അപകടമാണ്. ഈ നീണ്ടുപോയിട്ട് അത് മധ്യാഹ്നത്തിലാണ് ആൾ ഉണർന്നത്. ആശാൻ ഉണർന്ന് മധ്യാഹ്നത്തിലാണ്. എന്നിട്ട് ഉണർന്നു, എന്നിട്ട് മട്ടുപ്പാവിലൂടെ അങ്ങ് ഉലാത്തുവാണ്. ഇതൊക്കെ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ മനോഹരമായി വചനം നമ്മളെ വ്യാഖ്യാനിക്കാൻ പ്രേരിപ്പിക്കുന്ന ഭാഗങ്ങളാണ്. മട്ടുപ്പാവിലൂടെ ഉലാത്തിയ സമയത്ത് അവൻ പുറത്തേക്ക് നോക്കിയപ്പോ ഒരു കുളിക്കടവിൽ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി കുളിക്കുന്നു. ചൈനീസ് പഴമൊഴിയുണ്ട്, കാണാം പക്ഷേ നോക്കരുത്. കാണാം പക്ഷെ നോക്കരുത് എന്ന് പറഞ്ഞാൽ സാഹചര്യവശാൽ ചിലതൊക്കെ നമ്മൾ കണ്ടു. ഉദാഹരണത്തിന് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു, പെട്ടെന്ന് ഒരു അത്ര ശുദ്ധിയല്ലാത്തൊരു ഹോർഡിങ് നമ്മൾ കണ്ടു, ഒരു ഫ്ലെക്സ് കണ്ടു, അല്ല ഒരു ചിത്രം കണ്ടു. നമ്മളിത് കണ്ടുപോയതാ, അല്ലത് കാണാൻ വേണ്ടി നോക്കിയതല്ല. പക്ഷെ ഇത് കണ്ടതിന് ശേഷം അതൊന്നുകൂടി കാണണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ തല ചരിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോളുക: ആ പടം നിന്നെ തോൽപ്പിച്ചു, ആ പിക്ചർ നിന്നെ കീഴടക്കി, ആ പിക്ചർ നിന്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലേക്ക് കയറി. അങ്ങനെയാണ് തിന്മ ഉള്ളിൽ കയറുന്നത്. അപ്പൊ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് വിചാരിച്ചേക്കുക. അതുകൊണ്ടാണ് കാണാം
പക്ഷെ അത് വിട്ടേക്കുക. അത് വീണ്ടും തിരിച്ചു കാണാൻ ഒരു കൊതി തോന്നും. അത് പ്രലോഭനമാണ്, തിന്മ ഉള്ളിലേക്ക് കയറാൻ വാതിൽ മുട്ടുന്നതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് ഉപേക്ഷിച്ചേക്കുക. ഇവൻ എന്ത് ചെയ്തു? കണ്ടു, സുന്ദരിയായ പെണ്ണ് കുളിക്കുന്നത് കണ്ടു. ആൾ ആരാണ് എന്ന് അന്വേഷിച്ചു. അപ്പോൾ യുദ്ധം ചെയ്യാൻ പോയ പട്ടാളക്കാരുടെ കൂടെയുള്ള ഊറിയയുടെ ഭാര്യയാണ്. നമുക്കറിയാം, ഒരു യുദ്ധ സമയത്ത് ഒരു പട്ടാളക്കാരന്റെ കുടുംബത്തെയും യുദ്ധമില്ലാത്തപ്പോഴും ഒരു പട്ടാളക്കാരന്റെ കുടുംബത്തെ ഏറ്റവും അധികം ശ്രദ്ധിച്ച് സംരക്ഷിക്കേണ്ടത് രാജാവിന്റെ അല്ലെ രാജ്യത്തിന്റെ ബാധ്യതയാണ്. അത് കടമയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കടമ നിക്ഷിപ്തമായിരിക്കുന്ന രാജാവിലാണ്. പക്ഷെ ഇവിടെ രാജാവ് എന്താ ചെയ്തത്? യുദ്ധത്തിന് പോയില്ല എന്ന് മാത്രമല്ല, യുദ്ധത്തിന് പോയ ഒരു പട്ടാളക്കാരന്റെ ഒരു സൈനികന്റെ ഭാര്യയെ ഉറക്കറയിലേക്ക് വിളിപ്പിച്ചിട്ട് അവളുമായിട്ട് വ്യഭിചാരം ചെയ്യുകയാണ്. രാജാവ് വിളിപ്പിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ല. രാജശാസനം അന്തിമമാണ്. അത് നന്മയ്ക്കായാലും തിന്മയ്ക്കായാലും വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ല, അല്ലെ കൊന്നുകളയും. അതുകൊണ്ട് ആ പെൺകുട്ടിയെ, മറ്റൊരുവന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തി ഉറക്കറയിലേക്ക് വിളിപ്പിച്ചിട്ട് അവളുമായിട്ട് പാപം ചെയ്യുകയാണ്. പ്രഭാഷണ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 27-ാം തിരുവചനമുണ്ട്. പാപി പാപം കുന്നുകൂട്ടും. എന്റെ പ്രിയപ്പെട്ടവർ, ഇനി അങ്ങോട്ട് നോക്കുക. ഈ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപത്തിന് ഒരു കണക്കുമില്ല, ഒരു കണക്കുമില്ല. ചെയ്യുന്ന പാപത്തിന്റെ ഗ്രാവിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ചെയ്യുന്ന പാപം തന്നിലും തന്റെ കുടുംബത്തിലും രാജ്യത്തിലും വരുത്തുന്ന പ്രത്യാഘാതം എന്താണെന്ന് പോലും ചിന്തിക്കുന്നില്ല. ചിന്തിക്കാതെ ഒരു പാപത്തെ മറയ്ക്കാൻ മറ്റൊരു പാപം, ആ പാപത്തെ മറയ്ക്കാൻ മറ്റൊരു പാപം, അങ്ങനെ പാപത്തെ പാപം കൊണ്ട് മറച്ച് 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 അവസാനം ഈ മനുഷ്യന് കൊലപാതകവും, ഒരു കൊലപാതകം അതിനുശേഷം അനേകായിരങ്ങൾ കൊല്ലപ്പെടുന്ന കൊടിയ യുദ്ധത്തിലേക്ക് വരെ എത്തിച്ച് ഈ ഒരൊറ്റ നോട്ടം കൊണ്ട്, ഒരൊറ്റ വ്യഭിചാരം കൊണ്ട് ആ രാജ്യത്ത് അനേകായിരങ്ങളെ കൊന്നുകളയുന്ന വലിയൊരു ദുരന്തത്തിന്റെ കഥ. എന്ന് വെച്ചാൽ ഒരു വിവേകമില്ലാത്ത, വിശുദ്ധിയില്ലാത്ത, തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു ബോധവുമില്ലാത്ത, തെരഞ്ഞെടുപ്പ് വഴി ആ വ്യക്തിക്ക് കൊടുത്ത ആ അനുഗ്രഹത്തെ കുറിച്ചൊരു ചിന്തയുമില്ലാത്ത ഒരു മഹാപാപിയായ ഒരു രാജാവിന്റെ നാശത്തിന്റെ കഥയുണ്ട്. ഇതിൽ ഒരു നാശത്തിന്റെ കഥയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു. എന്നിട്ട് ഈ പെൺകുട്ടിയെ പാപം ചെയ്തു. വചനം പറയാം, അവള് ഋതുസ്നാനം കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ വീട്ടിലേക്ക് പോയി. അവൾ ഗർഭിണിയായി. അവൾ ആളെ വിട്ട് വിവരം അറിയിച്ചു. ഗർഭിണിയായി എന്നുള്ള വിവരം അറിയിച്ചു. രാജാവ് ഭയന്നു പോയി. കാരണം എന്താ? യുദ്ധത്തിന് പോയ പട്ടാളക്കാരന്റെ ഭാര്യ രാജാവിനെ കൊച്ചുണ്ടായി എന്നറിഞ്ഞാൽ ജനം ഈ രാജാവിനെ വലിച്ച് താഴെയിടും. കാരണം എന്താ? അധാർമികനായ രാജാവ് രാജ്യം ഭരിച്ചാൽ രാജ്യം നശിക്കും. രാജ്യം നശിക്കുമെന്ന് പറഞ്ഞാൽ സാമ്പത്തികവും സാമൂഹികവും മാനസികവും ധാർമ്മികവുമായ തകർച്ചയേക്കാൾ ഉപരി അന്നത്തെ കാലഘട്ടത്തില് ശത്രു സൈന്യം കീഴ്പ്പെടുത്തി ഇവരെ കൊന്നുകളയാൻ വരെ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ രാജാവിന്റെ വിശുദ്ധിയിലാണ് ജനത്തിന്റെ ജീവനുള്ളത്. രാജാവിന്റെ സുഹൃതങ്ങളിലാണ് ജനത്തിന്റെ ജീവൻ ഇരിക്കുന്നത്. രാജാവിന്റെ വിശുദ്ധിയിലും നന്മയിലുമാണ് ജനത്തിന്റെ സമാധാനവും സ്വസ്ഥതയും. നേരെ തകിടം മറിഞ്ഞില്ലേ? ജനം ഇതറിഞ്ഞാൽ സിംഹാസനത്തിൽ നിന്നും വലിച്ചു താഴെയിടും എന്നറിയുന്ന രാജാവ് എന്ത് ചെയ്തു? പശ്ചാത്തപിച്ച് പരിഹാരം ചെയ്യാൻ തയ്യാറല്ല. അതിനെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല. അവൻ ചിന്തിക്കുന്നത് പാപത്തെ മറച്ചു വെക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് പിന്നീട് നാം കാണുന്നത് ഭർത്താവിനെ യുദ്ധമുഖത്ത് നിന്ന് ആളയച്ച് എത്തിക്കുക കൊട്ടാരത്തിലേക്ക് എത്തിച്ചിട്ട് അവനോട് വീട്ടിലേക്ക് പോകുവാൻ ആവശ്യപ്പെടുകയാണ്. വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വിശ്രമിച്ച് തിരിച്ചു പൊക്കാളാൻ പറയുന്നു യുദ്ധമുന്നണിയിലേക്ക്. അപ്പൊ ഈ ഭാര്യ ഗർഭിണിയായി കുഞ്ഞുണ്ടാകുമ്പോൾ ഭർത്താവ് യുദ്ധത്തിനിടയിൽ ഭാര്യയുടെ അടുത്ത് വന്നിരുന്നെന്നും അവർ സഹവസിച്ചിരുന്നെന്നും അതുകൊണ്ട് കുഞ്ഞുണ്ടായി എന്നും ജനം മനസ്സിലാക്കും. ഇത് മൂടിവെക്കാനുള്ള ശ്രമമാണ്. അങ്ങനെയാണ് ഇവനെ വിളിപ്പിക്കുന്നത്. വിളിപ്പിച്ചിട്ട് വീട്ടിലേക്ക് വിടുകയാണ്. ഞാൻ വചനം വായിച്ചു കേൾപ്പിക്കാം. 2 സാമുവേൽ 11:8. നീ വീട്ടിൽ പോയി അല്പം വിശ്രമിക്കുക. ഊറിയ കൊട്ടാരത്തിന്ന് പോയി
രാജാവ് അവനൊരു സമ്മാനവും കൊടുത്തയച്ചു. എന്നാൽ ഊറിയ വീട്ടിൽ പോയില്ല. കൊട്ടാരം കാവൽക്കാരോടൊപ്പം പടിപ്പുരയിൽ കിടന്നുറങ്ങി. ഊറിയ വീട്ടിൽ പോയില്ലെന്ന് ദാവീദ് അറിഞ്ഞു. നീ യാത്ര കഴിഞ്ഞു വരികയല്ലേ, വീട്ടിലേക്ക് പോകാത്തതെന്ത്? ദാവീദ് ഊറിയായോട് ചോദിച്ചു. ഇസ്രായേലും യൂദയായും യുദ്ധരംഗത്താണ്, വാഗ്ദാന പേടകവും അവരോടൊപ്പമുണ്ട്. എന്റെ യജമാനനായ യോവാബും അങ്ങയുടെ സേവകരും വെളിമ്പ്രദേശത്ത് താവളമടിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ വീട്ടിൽ ചെന്ന് തിന്നുകുടിച്ച് ഭാര്യയുമായി രമിക്കാൻ എനിക്കെങ്ങനെ കഴിയും? അങ്ങാണേൽ എനിക്ക് സാധ്യമല്ല. ഈ മനുഷ്യന്റെ ഉള്ളിൽ ദൈവാത്മാവിന് നിറവുണ്ട്. ഈ മനുഷ്യൻ പറയുകയാണ്, നമ്മൾ രാജാവേ, നമ്മൾ യുദ്ധത്തിലാണ്. ഒരു വലിയ ശത്രുവിനെതിരെ രാജ്യം മുഴുവൻ യുദ്ധത്തിലാണ്. യോവാബ് സൈന്യത്തലവനാണ്. ഒപ്പം തന്നെ ഇസ്രായേൽ യൂദയ എന്ന് പറഞ്ഞ സൈന്യം മുഴുവനുമാണ്. സൈന്യം മുഴുവനും. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. വാഗ്ദാന പേടകം, ദൈവ സാന്നിധ്യം അവരോടൊപ്പമുണ്ട്. അപ്പം ദൈവ സാന്നിധ്യം അവരോടൊപ്പമുണ്ട്, സൈന്യം മുഴുവനുമുണ്ട്. അതുപോലെ തന്നെ അധികാരികളുണ്ട്. ഇല്ലാത്തത് നീ മാത്രം എന്ന് അതിൽ ഒരു വ്യംഗ്യാർത്ഥമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ഇരിക്കെ, അവസ്ഥ ഇതായിരിക്കെ, ഇത്രയും ഗൗരവമായ യുദ്ധം നടക്കുന്ന സമയം, എല്ലാവരും ഈ ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി അധ്വാനിക്കുന്ന സമയത്ത് എനിക്ക് ഭാര്യയോടൊത്ത് രമിക്കാൻ ഞാൻ പോവില്ല. കൃപ നിറഞ്ഞ മനുഷ്യൻ, ആ മനുഷ്യൻ പോകുന്നില്ല. രാജാവ് നിർബന്ധിച്ച് വീട്ടിലേക്ക് പോകാൻ, അവൻ പോയില്ല. ഇനി അടുത്ത പാപം, പാപം കുന്നുകൂട്ടും എന്ന് വചനം പറയുന്നുണ്ടല്ലോ, പ്രഭാഷണ പുസ്തകം 3:27. അപ്പോൾ ദാവീദ് ഊറിയായോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇന്ന് നീ ഇവിടെ താമസിക്കുക, നാളെ നിന്നെ മടക്കി അയക്കാം. അങ്ങനെ അന്നും പിറ്റേന്ന് ഊറിയ ജെറുസലേമിൽ താമസിച്ചു. ദാവീദ് അവനെ ക്ഷണിച്ചു. അവൻ രാജസന്നിധിയിൽ ഭക്ഷിച്ചു പാനം ചെയ്തു. ദാവീദ് അവനെ കുടിപ്പിച്ച് മത്തനാക്കി. മത്തൻ, ആ ഒരു വചനത്തെക്കുറിച്ച്, ആ ഒരു വാക്കിനെ കുറിച്ച് എനിക്ക് ചിലപ്പോഴെങ്കിലും തമാശ തോന്നിയിട്ടുണ്ട്. മദ്യം കുടിപ്പിച്ചിട്ട് സാധാരണ നമ്മൾ പറയാറുള്ള പൂസായി അല്ലെ, പൂസാക്കി എന്നല്ലേ, അത് കൊളോക്കിയൽ സംസാര ഭാഷയാണ്. അത് ബൈബിളിൽ എഴുതി വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ബൈബിൾ പണ്ഡിതർ മലയാളത്തിലേക്ക് ഇത് വിവർത്തനം ചെയ്യുന്ന സമയത്ത് ഈ വാക്കിന് മുമ്പിൽ കുടുങ്ങിയിട്ടുണ്ടാവും. ദാവീദ് അവനെ മദ്യപിപ്പിച്ച് പൂസാക്കി എന്ന് എഴുതി വെക്കാൻ അവർക്ക് മടി. അതുകൊണ്ട് അവര് ഈ പൂസാകുക എന്നതിന് പകരം വാക്ക് തേടിയിട്ട് കണ്ടെത്തിയില്ല. അതുകൊണ്ട് അവരെഴുതി വെച്ചു മത്തനാക്കി. അതിലൊരു ദുരന്തമുണ്ടായി. ഒരിക്കലും ഇവിടെ ധ്യാനത്തിന് വന്നുകൂടെ ഒരു മത്തൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ഭയങ്കര വഴക്കുണ്ടാക്കി എന്നോട്. അയാളുടെ പേര് ദുരുപയോഗിച്ചു, ബൈബിള് പോലും ദുരുപയോഗിച്ചു എന്ന് പറഞ്ഞോട്ട്. അയാളാണെങ്കിൽ മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ അല്ലതാനും. ആകട്ടെ, അപ്പോ മത്തനാക്കി, പൂസാക്കി. എന്നിട്ട് അപ്പോൾ രാജാവ് വിചാരിച്ചു, ഇവൻ മദ്യപിച്ച് പൂസായി കഴിഞ്ഞാൽ ഭാര്യയുടെ അടുത്തേക്ക് പോകും, വീട്ടിലേക്ക് പോകുമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവനെ വിട്ടു. പക്ഷേ വചനം പറയുന്നു കേട്ടോ, അവൻ രാജസന്നിധിയിൽ ഭക്ഷിച്ചു പാനം ചെയ്തു. ദാവീദ് അവനെ കുടിപ്പിച്ച് മത്തനാക്കി. എന്നിട്ടും രാത്രി അവൻ വീട്ടിലേക്ക് പോയില്ല. അവന് പോയില്ല. രാജഭൃത്യന്മാരോടുകൂടെ തന്റെ വിരിപ്പിൽ അവൻ കിടന്നുറങ്ങി. പോയില്ല. അപ്പൊ ഈ കുഞ്ഞ് സ്വന്തം ഭർത്താവിൻ്റെതാണെന്ന് വരുത്തി തീർത്ത് രാജാവ് രക്ഷപ്പെടാനുള്ള തന്ത്രം പൊളിഞ്ഞു. ഇനി രക്ഷയില്ല. പ്രിയപ്പെട്ടവരിന് കൊടിയൊരു പാപമാണ് അടുത്ത് സംഭവിക്കാൻ പോവുക. ഒരു ഭീകരമായ തിന്മ, ക്യാപിറ്റൽ സിൻ. എന്താ? കൊലപാതകം. ഇവനെ കൊല്ലുവാണ്. ഇവൻ എന്തിനാ കൊല്ലുന്നത്? ഊറിയായി കൊല്ലുന്നത് എന്തിനാ? അന്ന് ഒരു അലിഖിത നിയമമുണ്ട് രാജാക്കന്മാർക്ക്. അതായത് യുദ്ധത്തിന് പോകുന്ന പടയാളി കൊല്ലപ്പെട്ടാൽ ആ പടയാളിയുടെ ഭാര്യയെ രാജാവിന് വിവാഹം കഴിക്കാം. അത് ആ കുടുംബത്തെ രക്ഷിക്കുന്നതിന്റെ അടയാളമാണ്, പുണ്യപ്രവൃത്തിയാണ്. ഈ ഒരു പാരമ്പര്യത്തെ ഈ രാജാവ് മുതലാക്കുകയാണ്. ഊറിയയുടെ കയ്യിൽ തന്നെ ഈ രഹസ്യ നിർദ്ദേശം യോവാബിന് കൊടുത്തയക്കുകയാണ്. യോവാബ് സൈന്യത്തലവനാണ്. രാജശാസനം മുദ്രമോതിരം കൊണ്ട് സീല് ചെയ്തിട്ട് ഇവന്റെ കയ്യിൽ കൊടുത്തു. എന്ത്? ഉഗ്രയുദ്ധം നടക്കുന്നിടത്ത് ഊറിയായി നിർത്തുക, എന്നിട്ട് പിൻവലിക്കുക സൈന്യത്തെ. ഊറിയ കൊല്ലപ്പെടട്ടെ, വാർത്ത കൊട്ടാരത്തിൽ അറിയിക്കുക. പ്രിയപ്പെട്ടവരങ്ങനെ ഈ മനുഷ്യൻ, നിഷ്കളങ്കനായ മനുഷ്യൻ, രാജാവ് സൈന്യാധിപന് കൊടുത്ത രാജശാസനം ഏതോ ഒരു വലിയ രഹസ്യമാണ്, യുദ്ധവിജയത്തിന് വേണ്ട രഹസ്യമാണെന്ന് ചിന്തിച്ച് ചങ്കോട് ചേർത്ത് പിടിച്ച്
മിടിക്കുന്ന ഹൃദയത്തോടെ യുദ്ധമുന്നണിയിലേക്ക് പോകുന്ന ഒരു നിർഭാഗ്യവാൻ എന്ന് ഞാൻ പറയില്ല, എങ്കിൽ പോലും സ്വാഭാവിക ഭാഷയിൽ നിർഭാഗ്യവാന്റെ സഹനത്തിന്റെ കണ്ണീരിന്റെ ചോരയുടെ കഥയുണ്ട് ഈ ഭാഗത്ത്. പ്രിയപ്പെട്ടവരെ, കൊല്ലപ്പെട്ടു, ആ നിഷ്കളങ്കനെ കൊന്നുകളഞ്ഞു. കാരണം എന്താ? ഇയാളുടെ, ഈ രാജാവിന്റെ ദുഷ്ടത, പാപം, തിന്മ, ജഡികാസക്തി. എന്നിട്ട് വാർത്ത കൊട്ടാരത്തിൽ അറിയിച്ചു. ആരും അറിഞ്ഞില്ല ഉള്ളിൽ നടന്നത് എന്താണെന്നുള്ളത്. പെട്ടെന്ന് തന്നെ രാജാവ് സങ്കടം ഭാവിച്ചു. അതിനുശേഷം അതിൻ്റെ സങ്കടം മാറുന്നതിന് മുമ്പ്, കണ്ണീര് ഉണങ്ങുന്നതിന് മുമ്പ് ഈ പെണ്ണിനെ കല്യാണം കഴിച്ച് ഈ പെണ്ണിനെ കൊട്ടാരത്തിലേക്ക് കൂട്ടി. ആര് പറഞ്ഞില്ല? എല്ലാം ശുഭം, എല്ലാം ശുഭം, എല്ലാം മൂടി വച്ചിരിക്കുന്നു. എല്ലാ തിന്മകളും, എല്ലാ അഴിമതിയും, എല്ലാ അസ്വസ്ഥതയും, എല്ലാ സ്വജന പക്ഷപാതവും എല്ലാം മൂടി വച്ചിരിക്കുന്നു. ആരും അറിഞ്ഞില്ല എന്ന് ആര് വിചാരിച്ചു? ഭോഷൻ വിചാരിച്ചു. ദൈവത്തെ അറിയാത്തവൻ. ജ്ഞാനത്തിന്റെ പുസ്തകമുണ്ട് 13:1. ദൈവത്തെ അറിയാത്തവൻ ഭോഷന്മാരാണ്. ദൈവം എല്ലാം കാണുന്നുണ്ടെന്ന്, എല്ലാം അറിയുന്നുണ്ട്. അത് നിയമാവർത്തന പുസ്തകം 4:26 ഇന്ന് ഞാൻ നിനക്കെതിരെ ആകാശത്തെയും ഭൂമിയെ സാക്ഷി നിർത്തി പറയുന്നു, യോർദാൻ കടന്ന് നീ സ്വന്തമാക്കുന്ന സ്ഥലം അറ്റുപോകും എന്ന് പറയുന്നൊരു വചനമുണ്ട്. ആകാശത്തെയും ഭൂമിയെ സാക്ഷി നിർത്തി പറയുക. സാക്ഷി 2, ആകാശവും ഭൂമിയും. ദൈവം എല്ലാം കാണുന്നു. ഇതിനെ നടക്കുന്നത് എങ്ങോട്ട് പോകും? ആകാശത്തിന്റെ ഭൂമിയുടെ നടക്കുന്നത് എങ്ങോട്ട് പോകും? എല്ലാം അറിയുന്നവൻ എല്ലാം അറിഞ്ഞു. എന്നിട്ട് പ്രവാചകനെ പറഞ്ഞു വിട്ടു, ചെല്ല്, എനിക്ക് ചിലത് പറയാനുണ്ട്. അങ്ങനെയാണ് ഈ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, രാജാവേ, ഒരു കഥ പറയാനുണ്ട്. കഥയോ? പറഞ്ഞോളൂ. സന്തോഷം. ഒരിടത്തൊരു ധനവാനുണ്ടായിരുന്നു, 100 ആടുകൾ. തൊട്ടടുത്തൊരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു പെണ്ണാട്. 100 ആടുകളിൽ ഒരാടിനെ കൊന്ന് സദ്യ ഒരുക്കേണ്ട ഒരവസ്ഥ. എന്ന് വെച്ചാൽ ഒരു അതിഥി വന്നു, 100 ആടുകളിൽ ഒരാടിനെ കൊന്ന് സദ്യ ഒരുക്കേണ്ടതാണ്. പക്ഷെ അത് ചെയ്തില്ല. ചെയ്തെന്താ? ഈ പാവപ്പെട്ട മനുഷ്യന്റെ പെണ്ണാടിനെ കൊന്ന് സദ്യ ഒരുക്കാൻ. എന്ന് പറയപ്പെട്ട അതൊക്കെ ഇന്നത്തെ ജീവിതം സത്യമാണ്. രാജാവിന് വേണ്ടി പാവങ്ങളുടെ, പാവപ്പെട്ടവന്റെ, ഇല്ലാത്തവൻ്റെതെല്ലാം കൈയിട്ടുവാരി എടുക്കുന്ന രാജാക്കന്മാരുടെ എണ്ണം ഇന്ന് കൂടുകയാണ്, പെരുകുകയാണ്. സുഖലോലുപതിലും സുഖാനുഭൂതിയിലും രാജാക്കന്മാർക്ക് ഒരു കുറവുമില്ല. അവർക്കുള്ള സമ്പത്തൊക്കെ അവരവിടെ മാറ്റിവെച്ചു. അവരുടേതായ 100 ആടുകൾക്ക് ഒരു ഭംഗം വരാതെ മാറ്റിവെച്ചു. എന്നിട്ട് പാവപ്പെട്ട ഒരുവന്റെ, അവന്റെ ഒരാട് മാത്രം ജീവിക്കാനുള്ള ഏക സ്വത്ത്, ഏക മാർഗം, അതും കൂടെ അവൻ പിടിച്ചെടുക്കുകയാണ്. നിഷ്ഠൂരമായ പ്രവൃത്തിയാണ്. രാജാവിനെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാത്തതിന്റെ ദുരന്തമാണിത്. പ്രവാചകൻ പറഞ്ഞു, 100 ആടുകളിൽ ഒരാടിനെ കൊന്ന് സദ്യ ഒരുക്കേണ്ടതിന് പകരം പാവപ്പെട്ട മനുഷ്യന്റെ പെണ്ണാടിനെ കൊന്ന് സദ്യ ഒരുക്കി. ഇത് കേട്ടപാടെ കോപക്രാന്തനായ രാജാവ് സിംഹാസനത്തിൽ നിന്നും ചാടി എണീറ്റിട്ട് അലറി, ആരാണവൻ? ആരാണേലും മരിക്കണം. അങ്ങനെയാണ് ഈ പ്രവാചകൻ ദിഗന്തം പൊട്ടുമാർ ഉച്ചത്തിൽ രാജാവിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് തന്റെ ജീവൻ ബാക്കിയാകുവോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കാതെ ഒടേതമ്പരാന്റെ വചനം, പൗലോസ്ലീഹ പറയുന്ന പോലെ ധൈര്യത്തോടെ വാതുറക്കുമ്പോൾ വചനം ലഭിക്കുവാൻ, സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രസംഗിക്കുവാനും. എഫേസ്യ ലേഖനം 6:19. ധൈര്യപൂർവ്വം, ധൈര്യത്തോടെ ആ മനുഷ്യൻ നീ തന്നെ, ആ മനുഷ്യൻ നീ തന്നെ എന്നിട്ട് പറയുന്നൊരു വചനമാണ് ഞാൻ ആദ്യമേ പരിചയപ്പെടുത്തിയത്. 2 സാമുവേൽ 12:10. എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയത് കൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്നും വാള് ഒഴിയുകയില്ല. 13-ാം അധ്യായത്തില് നോക്കുക, രാജാവിന്റെ മകനും മകളും വ്യഭിചാരം ചെയ്യുന്ന ചിത്രമാണ് നമ്മൾ കാണുക. 13-ാം അധ്യായത്തില് അമ്നോനും താമാറും. പിന്നീട് ആ കഥ മുമ്പോട്ടങ്ങ് പോകുമ്പോൾ, ഞാൻ പെട്ടെന്നങ്ങ് പറഞ്ഞു വയ്ക്കാം, മുമ്പോട്ടങ്ങ് പോകുമ്പോൾ രാജാവ് രഹസ്യത്തിൽ വ്യഭിചാരം ചെയ്യുന്നുണ്ട്. രാജാവിന്റെ മകൻ അബ്സലോം കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ജനത്തെ ചുറ്റും വിളിച്ചു നിർത്തി അവരെ കാണുക പരസ്യമായി വ്യഭിചാരം ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. രാജാവിന്റെ മകനും മകളും കൂടി മകൻ ബലാത്സംഗം ചെയ്യുന്നുണ്ട്. അവസാനം അപ്പനും മകനും യുദ്ധം നടക്കുന്നുണ്ട്.
അങ്ങനെ മകൻ കൊല്ലപ്പെടുന്നുണ്ട്. ഭീകരമായ സങ്കടകഥകളാണ്. പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയാണ്. എന്നെ നിരസിച്ച ഹിത്യനായ ഊറിയയുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയത് കൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാള് ഒഴിയുകയില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരായാലും അടിസ്ഥാനപരമായ ധാർമ്മിക മൂല്യങ്ങളും ആത്മീയ മൂല്യങ്ങളും പാലിക്കാത്ത ഒരു വ്യക്തിയും രാജാവാകാൻ കൊള്ളില്ല. കാരണം അത് നിന്റെ തന്നെ നാശത്തിന് കാരണമാകും. രാജ്യത്തിന്റെ തകർച്ച മാത്രമല്ല, നിന്റെ തന്നെ നാശത്തിനത് കാരണമാകും. ഇനി ഈ രാജാവിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചു നോക്കാം. തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇലക്ഷൻ, തെരഞ്ഞെടുപ്പ്. പ്രിയപ്പെട്ടവരെ, പത്രോസ്ലീഹായുടെ 2-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 10-ാം തിരുവചനമുണ്ട്. ആ വചനം അച്ഛൻ വായിച്ച് കേൾപ്പിക്കാം. അതിങ്ങനെയാണ്: ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണുപോവുകയില്ല. വിളിയുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്. അത് ഏതൊരു വ്യക്തിക്കുമുണ്ട്. ഏതൊരു സ്ഥാനത്തിലേക്ക് ഒരു വിളിയുണ്ട്, ഒരു തെരഞ്ഞെടുപ്പുണ്ട്. നമുക്ക് ഈ ദാവീദിന്റെ തെരഞ്ഞെടുപ്പിലേക്ക് വരാം. സത്യത്തിൽ ഈ രാജാവിനെ തെരഞ്ഞെടുക്കുന്ന ദൈവം തന്നെയാണ്. അപ്പം ദൈവത്തിന് തെറ്റുപറ്റിയോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞുതരാം. സാവൂളാണ് ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ്. ഈ രാജാവിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ സാവൂള് ദൈവസന്നിധിയിൽ പരാജയപ്പെട്ടു. തിന്മകളിൽ മുഴുകി അന്യദേവന്മാരെ ആരാധിച്ചു. സാവൂളിനെ തിരസ്കരിച്ചു. സാവൂളിനെ തിരസ്കരിക്കുന്ന ഭാഗത്ത് ദൈവം സാമുവേൽ പ്രവാചകനോട് പറഞ്ഞു, എത്ര നാൾ ഇവനെ കുറിച്ച് ഓർത്ത് നമ്മൾ വിലപിക്കും? എത്ര നാൾ ഈ തിന്മ പ്രവർത്തിക്കുന്ന ഈ അധികാരിയെ കുറിച്ച് നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കും? അതുകൊണ്ട് മാറ്റിക്കളയാം. അങ്ങനെ അവനെ മാറ്റുമ്പോൾ പുതിയ ഒരാളെ കണ്ടുപിടിക്കണ്ടേ? എന്നിട്ട് പറഞ്ഞു, നീ ബെത്ലഹേമിലേക്ക് ചെല്ല്. ബെത്ലഹേം വളരെ രക്ഷാകര ചരിത്രത്തിൽ ബെത്ലഹേമിന് വളരെ പ്രധാനപ്പെട്ട അർത്ഥങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഈ പഴയ നിയമത്തിലെ സംഭവങ്ങളൊക്കെ പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. അപ്പം പഴയ നിയമം പുതിയ നിയമത്തിന് വേണ്ടി തന്നെയാണ്. അപ്പം ബെത്ലഹേമിലേക്ക് ചെല്ലുക. ബെത്ലഹേമിൽ ജസയുടെ കുടുംബത്തിൽ നിന്നും ഒരുവനെ ഇസ്രായേലിന്റെ രാജാവായി തെരഞ്ഞെടുക്കാൻ പറഞ്ഞു വിട്ടു. ആരാണെന്ന് പറഞ്ഞില്ല. അതാണ് തെരഞ്ഞെടുപ്പ്. ഇന്നയാളെ നീ രാജാവായി അങ്ങ് അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പല്ല. മറിച്ച് തെരഞ്ഞെടുപ്പിൽ ദൈവകൃപയാൽ നീ ചെന്നിട്ട് അതിൽ ഒരാളെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞു വിട്ടു. ആരെയാണ് എന്ന് പറഞ്ഞില്ല. ആരെയാണ് ഞാൻ തെരഞ്ഞെടുക്കേണ്ടതെന്ന് പ്രവാചകൻ ചോദിച്ചുമില്ല. എന്നിട്ട് അവിടെ ചെന്നു, ആ വീട്ടിൽ ചെന്നു. ആദ്യം വീട്ടുകാർ ഭയന്നു പോയി. ജസ്സയും കുടുംബം ഭയന്നു പോയി. പ്രവാചകൻ, ഇസ്രായേലിന്റെ പ്രവാചകൻ വരുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ സംഭവമാണ്. എന്തോ സങ്കട വാർത്തയായിട്ടാണോ വരുന്നത്? അല്ല, സന്തോഷ വാർത്ത. എന്താ? നിന്റെ മക്കളിൽ ഒരുവനെ ഇസ്രായേലിന്റെ രാജാവായി തിരഞ്ഞെടുക്കുകയാണ്. ജസ്സ എന്ത് ചെയ്തു? തന്റെ മക്കളെ എല്ലാവരും വിളിച്ചു വരുത്തി. മക്കളും മുമ്പിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുക. മൂത്തവനെ കണ്ടു, ഏലിയാബിനെ കണ്ടപ്പോൾ അവന്റെ ആകാര സൗഷ്ഠ്യം, അവന്റെ ഗാംഭീര്യം, അവന്റെ ഭംഗി പ്രവാചകനുള്ളിൽ കരുതി, ഇവൻ തന്നെ ഇവനെ അങ്ങ് തെരഞ്ഞെടുത്തേക്കാം. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന പോലെ തന്നെ ഇവന് കൊമ്പിൽ നിന്ന് അഭിഷേക തൈലം എടുത്ത് അഭിഷേകം ചെയ്യാൻ നോക്കുക. ദൈവം പറഞ്ഞു, മാറ്റി നിർത്തവനെ. അവന്റെ ആകാര ഭംഗിയോ അവന്റെ ഉയരവോ അല്ല നീ നോക്കേണ്ടത്, അവന്റെ ബാഹ്യമോടിയല്ല എണ്ണേണ്ടത്. പ്രിയപ്പെട്ടവർ, ഓരോ തെരഞ്ഞെടുപ്പിലും നമ്മുടെ മുമ്പിലുള്ള വലിയ ഗൗരവമായൊരു ഉത്തരവാദിത്വം ഇതാണ്. ആകാര ഭംഗി, അവന്റെ ഉയരം എന്നൊക്കെ പറഞ്ഞാൽ അവന്റെ പ്രകടനങ്ങൾ, അവന്റെ പ്രലോഭനങ്ങൾ, അവന്റെ അവതരണ ശേഷി, അവന്റെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടിയുടെ ഗാംഭീര്യം, സ്ഥാനാർത്ഥിയുടെ പ്രസംഗത്തിന്റെ മാധുര്യം, സ്ഥാനാർത്ഥിയുടെ അവതരണ മികവ്, സ്ഥാനാർത്ഥിയുടെ ബന്ധങ്ങളുടെ പൊലിമ, ഇതൊന്നുമല്ല തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനം. വചനം പറയുന്നു, തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആന്തരികതയാണ്, ആന്തരിക ശുദ്ധിയാണ്. ആന്തരിക ശുദ്ധി.
എന്ന് വെച്ചാൽ ധാർമ്മിക മൂല്യങ്ങൾ, ആത്മീയ മൂല്യങ്ങൾ, ഇതിൽ ഭംഗം വരാതെ അടിയുറച്ചു നിൽക്കുന്ന വ്യക്തി ഏതോ അവനായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. ഇതാണ് പ്രവാചകൻ പറയുന്നത്. ഇനി ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഒന്നാമനെ കൊണ്ടു നിർത്തി, അവനെ മാറ്റി നിർത്തി. രണ്ടാമനെ കൊണ്ടു നിർത്തി, അഭിനാദാവ്, അശ്വഭ്യാസി. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും രാജ്യത്തെ മുമ്പോട്ട് നയിക്കാൻ പോരുന്ന ത്രാണിയുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. ഇവനായിരിക്കുമെന്ന് വിചാരിച്ച് ഇവനെ തെരഞ്ഞെടുക്കാൻ നോക്കുമ്പോ ദൈവം പറഞ്ഞു, മാറ്റി നിർത്തവനെ. നീ നോക്കുന്നത് ബാഹ്യമോടി, ഞാൻ നോക്കുന്ന ആന്തരികത. പ്രിയപ്പെട്ടവരിവിടെ ഒരു പ്രത്യേകമായ ഒരു എണ്ണത്തിന്റെ കണക്ക് പറയുന്നുണ്ട് കേട്ടോ. 7 പേരെ കൊണ്ടുവന്ന് നിർത്തി എന്ന് പറഞ്ഞു. 7 പേര്, 7 പേരെ കൊണ്ടു നിർത്തി. 7 എന്ന് പറയുന്നത് ബൈബിളിൽ ആദ്യാവസാനം ഓർമ്മപ്പെടുത്തുന്ന പൂർണ്ണതയുടെ സംഖ്യയാണ്. 7. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ 7ആണ്, കൂദാശകൾ 7ആണ്. അങ്ങനെ 7ന്റെ ഒരു കഥയുണ്ട്. അപ്പം പരിശുദ്ധാത്മാവിനെ കുറിച്ച് വാഗ്ദാനം ചെയ്യപ്പെടുന്ന അധ്യായം 7ആണ്. അങ്ങനെ കുറെ 7ന്റെ കഥയുണ്ട്. ഒരു പരിപൂർണതയുടെ അടയാളമാണ്. അപ്പൊ 7 പേരെയും കൊണ്ടു നിർത്തി. ആ 7 പേരെ മാറ്റി. 7 കൊള്ളില്ല. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, ഇനി മക്കളുണ്ടോ? അപ്പോ ജസ പറഞ്ഞു, ഇനി മക്കളില്ല, മക്കൾ തീർന്നു. അപ്പൊ പിറകിൽ നിന്ന് ഭാര്യ തോണ്ടിട്ട് പറഞ്ഞു, അയ്യോ കണക്ക് തെറ്റിപ്പോയി, കണക്ക് തെറ്റിയതാ. ഒരുത്തം കൂടെ ഉണ്ട്, 8ാമൻ ഒരുത്തം കൂടി ഉണ്ട്. അവനെന്ത്? അവനെ ഇനി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവനെ ആട് നോക്കാൻ അങ്ങോട്ട് പോയേക്കുക, ആട് നോക്കാൻ പോയേക്കുക. അവൻ ആടിന്റെ മണമുണ്ട്, കഴിവില്ലാത്ത അവൻ ആട് നോക്കാൻ പോയതാ, വിട്ടേരെ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറഞ്ഞ അവനെ വിളിക്കും, അവനെ വിളിക്കും. അവനെ വിളിപ്പിച്ചു, അവനെ കൊണ്ടുവന്ന് നിർത്തി. ഇവനാണ് ഈ ദാവീദ്. ഈ ദാവീദിന് ബൈബിള് പറയുന്ന 2 ഗുണവാ. എന്നതാ? ബാഹ്യ പ്രകടനത്തിൽ, പ്രചരണത്തിൽ കാണുന്ന 2 ഗുണം. എന്ത്? ഗോതമ്പിന്റെ നിറവുണ്ട്, ഗോതമ്പിന്റെ നിറവുണ്ട്. 2 നല്ലോണം ആടിനെ സംരക്ഷിക്കാൻ അറിയാം, ആട് നോട്ടം. ഇത് 2 ഗുണമാണ് ഇവൻ പറയുന്നത്. അവന് പ്രചരണത്തിൽ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ലെന്നേ. 6 അടി പൊക്കം, അശ്വഭ്യാസി, അതുപോലെ തന്നെ സൈന്യത്തെ നയിക്കാൻ പോരുന്ന നൈപുണ്യം, ഇങ്ങനെ പ്രകടനപരത ഒന്നും അവനില്ല. പ്രചരണങ്ങളൊന്നും അവന് കൊടുക്കാൻ, പ്രചരണത്തിൽ അവതരിപ്പിക്കാൻ പോരുന്ന ഗുണങ്ങളൊന്നും അവനില്ല. ഒരുപക്ഷെ പുറത്ത് പറയാൻ കൊള്ളുന്ന രാജ്യത്തെ നയിക്കാൻ പോരുന്ന കഴിവ് എന്ന് പ്രതിപാദിക്കപ്പെടുന്ന ഒന്നും അവനില്ല. ഇപ്പം ഗോതമ്പിന്റെ നിറവുണ്ട്, അതുകൊണ്ട് യുദ്ധം ജയിക്കുവോ? രാജ്യത്തെ നയിക്കാൻ പറ്റുമോ? ആടിനെ നോക്കാൻ കഴിവുണ്ട് എന്നതുകൊണ്ട് രാജ്യത്തെ നയിക്കാൻ പറ്റുമോ? ഇല്ല. രാജ്യത്തെ നയിക്കാൻ, നിയന്ത്രിക്കാൻ പോരുന്ന ഒരു കഴിവും അവന് പ്രചരണത്തിൽ അവനില്ല. പക്ഷെ ദൈവം അവന്റെ ഉള്ളു കണ്ടു, അവന്റെ കഴിവ് കണ്ടു. എന്നിട്ട് അവനെ കുളിപ്പിച്ചൊരുക്കാൻ പറഞ്ഞു, പുതിയ വസ്ത്രം ധരിപ്പിക്കാൻ പറഞ്ഞു. ഇതൊക്കെ വലിയ സൂചനകളാകട്ടോ. ഇതൊക്കെയാണ് അവസാനത്തെ കാലുകഴുകലും അതുപോലെ തന്നെ വസ്ത്രം ധരിപ്പിക്കുന്ന. ദൂർത്തന്റെ കഥയിൽ തിരിച്ചു വരുമ്പോൾ വസ്ത്രം ധരിപ്പിക്കുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. അവനെ കുളിപ്പിച്ചൊരുക്കി, പുതിയ വസ്ത്രം ധരിപ്പിച്ചു, എന്നിട്ട് അഭിഷേകം ചെയ്ത് ഇസ്രായേലിന്റെ രാജാവാക്കി. തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെട്ടു, തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെട്ടു. അങ്ങനെ അവൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ദാവീദിന്റെ കഴിവെന്നതാ? ഒന്നുമില്ല. ആടിന്റെ മണമുണ്ട്, ഗോതമ്പിന്റെ നിറവുണ്ട്, ഇത് മാത്രം. മാതാപിതാക്കളുടെ കണക്കിൽപ്പെടാത്തവൻ, ആടിന്റെ മണമുള്ളവൻ, കൊട്ടാരത്തിന്റെ അങ്കണത്തിൽ പ്രവേശിക്കാൻ യോഗ്യതയില്ലാത്തവൻ, ഇവനെയാണ് തെരഞ്ഞെടുത്തത്. ഇവനാണ്. ഒരു യോഗ്യതയും, മനുഷ്യന്റെ എണ്ണത്തിൽ ഒന്നുപോലും എത്താത്ത, ഒരു യോഗ്യതയുമില്ലാത്ത ഇവനാണ് ഇസ്രായേലിന്റെ രാജാതിരാജനായത്. പിന്നീട് തിന്മ മുഴുവൻ ചെയ്തു കൂട്ടിയിട്ട് അവൻ കണ്ണീരോടെ പറയുന്നൊരു വചനമുണ്ട്. ഇസ്രായേൽ തിന്നു കൊഴുത്തപ്പോൾ തിരിഞ്ഞു തൊഴിച്ചു. സങ്കീർത്തനത്തിൽ പറയുക, സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനത്തിലുണ്ട്, ഇസ്രായേൽ തിന്നു കൊഴുത്തപ്പോൾ തിരിഞ്ഞു തൊഴിച്ചു. എന്റെ പ്രിയപ്പെട്ടവർ, ഈ അച്ഛൻ ഇത്രയും ഈ വചനം വ്യാഖ്യാനിച്ചു വന്നൊരു കോൺട്രഡിക്ഷൻ ഇല്ലേ? അതായത് ദൈവം ആണ് ഇവനെ തെരഞ്ഞെടുത്തത്, ഇവന്റെ നന്മ കണ്ടിട്ടാണ് തെരഞ്ഞെടുത്തത്. ബാക്കി 7 വരെ മാറ്റി നിർത്തിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇവനല്ലേ ഈ തിന്മ മുഴുവൻ വരുത്തി വെച്ചത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പും തെറ്റിപ്പോയില്ലേ? ഈ തെരഞ്ഞെടുപ്പും തെറ്റിപ്പോയില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയില്ല.
ദൈവത്തിന് തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയില്ല. ഞാൻ ഉദാഹരണം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ബെന്യച്ചനാണല്ലോ, എന്നെ നിങ്ങൾക്കറിയാം. ഞാൻ ബെന്യച്ചനാണ്. ഞാൻ സെമിനാരിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഓരോ വർഷവും അഭിവന്ദ്യ പിതാവിനും ബന്ധപ്പെട്ട അധികാര സർക്കിളിലേക്കും സെമിനാരിയിൽ നിന്ന് റിപ്പോർട്ട് തരുന്നുണ്ട്. ഈ പറഞ്ഞ ആള് പൗരോഹിത്യത്തിന് യോഗ്യനാണോ ഇല്ലയോ എന്ന് തെളിവടക്കം റിപ്പോർട്ടിങ്ങിന് ഓരോ വർഷവും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ പൗരോഹിത്യ പരിശീലനം പൂർത്തിയാകുന്ന വേളയിലാണ് എൻ്റെ പൗരോഹിത്യത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ സമയം. അതും തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ എൻ്റെ അഭിവന്ദ്യ പിതാവും അതുമായി ബന്ധപ്പെട്ട കൗൺസിലേഴ്സും അല്ലെ അധികാരികളും കൂടി ഇരുന്നിട്ട് ഈ റിപ്പോർട്ടുകൾ മുഴുവൻ പരിശോധിക്കും. ഈ വ്യക്തിയെ പുരോഗതനാക്കാനായിട്ടുള്ള യോഗ്യതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കും. പരിശോധിച്ച് റിപ്പോർട്ടെല്ലാം മനസ്സിലാക്കി അവർക്ക് ബോധ്യമായി പുരോഗതനാകാനുള്ള എല്ലാ കഴിവും ഈ വ്യക്തിക്കുണ്ട് എന്ന ഉറപ്പുവരുത്തി, തെളിവ് വെച്ച് ഉറപ്പുവരുത്തി, എന്നിട്ടാണ് എന്നെ പുരോഗതനാക്കുന്നത്. അപ്പൊ ഞാൻ ഐ എം ഡിസേർവിംഗ് ടു ബി എലവേറ്റഡ് ടു ദ പോസ്റ്റ് ഓഫ് പ്രീസ്റ്റ്ഹുഡ്. പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ, തെരഞ്ഞെടുക്കപ്പെടുവാൻ ഞാൻ ഡിസേർവിംഗ് ആണ്, എനിക്ക് കഴിവുണ്ട്. അങ്ങനെ എന്നെ പൗരോഹിത്യം എനിക്ക് തന്നു. ഈ പൗരോഹിത്യം തന്നതിന് ശേഷം, ഞാൻ പുരോഹിതനായതിനു ശേഷം പിറ്റേ ആഴ്ച മുതൽ ഞാൻ ബാറിൽ നിന്ന് അല്ലെ കള്ള് ഷാപ്പിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നില്ല. ഞാൻ അതിൻ്റെ അകത്തിരുന്ന് കുടിക്കുവാണെങ്കിൽ, മദ്യപിക്കുവാണെങ്കിൽ, എല്ലാ തെറ്റും ചെയ്യുകയാണെങ്കിൽ അത് എന്നെ പുരോഹിതനാക്കിയ പിതാവിന്റെ കുറ്റമാണോ? അതോ എന്നെ തെരഞ്ഞെടുത്ത എൻ്റെ അധികാര സമൂഹത്തിന്റെയോ അല്ലെ അഭിവന്ദ്യ പിതാവിന്റെയോ തെറ്റാണോ? നിങ്ങൾ എന്താ പറയുന്നത്? അല്ല, അത് തെരഞ്ഞെടുത്തവരുടെ തെറ്റല്ല. അതുവരെയുള്ള റിപ്പോർട്ട് വെച്ച് ഇവൻ ഇങ്ങനെ പെരുമാറില്ല, ഇവൻ പൗരോഹിത്യത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പരമപരിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്ന ഉത്തമ ബോധ്യത്തോടുകൂടിയാണ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ എന്താ പറ്റിപ്പോയത്? പുരോഹിതനായ ഞാൻ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ അതിന്റെ പൂർണ്ണതയോടെ ചെയ്യാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ആ ചുമതല ഞാൻ ശ്രദ്ധയോടെ ചെയ്യുന്നില്ല. അതാണ് തെറ്റ്. ആ തെറ്റ് എന്റേതാണ്. അതുകൊണ്ടാണ് ഈ വ്യക്തി അപകടത്തിലും തകർച്ചയിലും ആകുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ തെറ്റാണ് അല്ലെ തെരഞ്ഞെടുപ്പിന്റെ മിസ്റ്റേക്കാണ് നമുക്ക് പറയാൻ പറ്റില്ല. നിഷ്കളങ്കനും വിശുദ്ധനുമായ ഒരു വ്യക്തിയെ അധികാരത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞ്, തെരഞ്ഞെടുപ്പിനാൽ അധികാരത്തിലേക്ക് എത്തിച്ചു, അത് നമ്മുടെ കടമ. അത് കഴിഞ്ഞ് ആ വ്യക്തി അധികാരം കൈയാളുമ്പോൾ വഴിവിട്ടു പോകുന്നെങ്കിൽ, തെറ്റു കാണിക്കുന്നെങ്കിൽ, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആത്മീയതയ്ക്കും ധാർമ്മികതയ്ക്കും തടസ്സമായി ജനത്തിന്റെ സമഗ്രമായ നന്മയ്ക്ക് വേണ്ടി, വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഈ മനുഷ്യന് സാധിക്കുന്നില്ല. ആ മനുഷ്യൻ തന്നിലേക്കും തന്റെ കുടുംബത്തിലേക്കും അല്ലെ സഹചര്യങ്ങളിലേക്കും ചുരുങ്ങിപ്പോവുകയാണെങ്കിൽ അത് ആ വ്യക്തിയുടെ തെറ്റാണ്. ആ തെറ്റുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെട്ട നമ്മളും സഹിക്കേണ്ടി വരും എന്നത് വലിയ ഒരു പ്രഹേളികയായിട്ട് നിൽക്കുകയാണ്. നമുക്കിവിടെ അവസാനിപ്പിക്കാൻ പ്രിയപ്പെട്ടവർ. നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലഘട്ടം. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വലിയ പ്രതിസന്ധിയില്ല. കാരണം നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷനൊക്കെ ശരിയോ തെറ്റോ എന്നൊന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റുന്നില്ല. അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാം തന്നെ തെറ്റായിട്ട് കാണപ്പെടുമ്പോൾ ഏതാണ് ശരി എന്ന് തിരഞ്ഞെടുക്കാൻ, ആ ഒരു ശരിയുടെ സ്ഥാനത്തേക്ക് മാറി നിൽക്കാൻ നമുക്ക് ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് വലിയൊരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. ഒരു രാജാവിനെ നിഷ്കളങ്കനായ, കറയില്ലാത്ത, ജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിതത്തെ സമർപ്പിക്കുന്ന ഒരു അധികാരിയെ അല്ല അധികാരികളെ തിരഞ്ഞെടുക്കാൻ ദൈവമേ അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള സാധ്യതകളും അതിനുള്ള വ്യക്തികളെയും ദൈവമേ അങ്ങ് ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുക എന്ന തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമാണ്. ഇലക്ഷൻ പ്രചരണമല്ല പ്രധാനപ്പെട്ട ഈ പ്രാർത്ഥനയാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ വ്യവസ്ഥ ഇതായിരിക്കണം. മൂല്യാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന വ്യക്തി, ആ മൂല്യങ്ങളിൽ നിന്നും മാറുകയല്ല എന്ന് ഉറപ്പുള്ള വ്യക്തിയെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ ദുരന്തം നമുക്ക് തിരഞ്ഞെടുക്കുന്നവന് തന്നെയാണ് ദുരന്തം. തിരഞ്ഞെടുക്കുന്നവർക്ക് തന്നെയാണ് അതിന് ദുരന്തം. അതുകൊണ്ട് അങ്ങനെ തിരഞ്ഞെടുത്താലും ഈ ദാവീദിന് പറ്റിയതുപോലെ അപകടത്തിലേക്ക് വീണു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ തിരഞ്ഞെടുപ്പ്, അങ്ങനെ വ്യക്തിയെ കണ്ടെത്തി തിരഞ്ഞെടുത്താലും ആ വ്യക്തി
തിന്മയുടെ വഴിയിലേക്ക് വീണു പോകാതിരിക്കാനായിട്ട് നിരന്തരം അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി ത്യാഗമനുഷ്ഠിക്കാനുള്ള ബാധ്യതയും കടമയും നമുക്കുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് തുടങ്ങിയാൽ ആ രാജാവിൻ്റെ ഭരണം കഴിയുന്നിടം വരെയും തുടർച്ചയായി തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കാനും ത്യാഗമനുഷ്ഠിച്ച് നന്മ ചെയ്യാനും നമുക്ക് ബാധ്യതയുണ്ട് എന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നമ്മളും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, കൃപയുടെ അവകാശികളാണ്, അത് കളയാതെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഉപദേശിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.